ടി ജി, ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥം വഹിച്ചു. അതേസമയം വിശ്വഗുരു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ അത് നരേന്ദ്രമോദി ഒന്നും മധ്യസ്ഥം വഹിച്ചില്ല, പാകിസ്ഥാൻ ആ ഒരു ക്രെഡിറ്റ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ചർച്ച ഇന്ത്യയിൽ നടന്നേനെ എന്നൊക്കെയുള്ള വാദഗതികൾ കമൻറ്റുകളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. പാകിസ്ഥാൻ എന്ത് മധ്യസ്ഥത വഹിച്ചു എന്നാണ് ഈ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഒരു സീനില്ലേ, തിലകനും മോഹൻലാലും നിന്ന് സംസാരിക്കുന്നു. ഇടയ്ക്ക് തിലകൻ നെടുമുടി വേണുവിനോട് പറയുന്നു, 2 കസേര എടുത്ത് ആ മുറ്റത്തിട്ടേ. നെടുമുടി വേണുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ നിവൃത്തിയില്ല, ബുദ്ധിമുട്ടി കസേര കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കിരുന്ന് ചർച്ച ചെയ്യാനായിട്ട് 2 കസേര എടുത്ത് ഇടുക അപ്പുറത്ത്. ഇതാണ് പാകിസ്ഥാൻ ചെയ്ത്. പിന്നെ ചായ, പരിപ്പോട ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത്. പരിപ്പോട ആ നാരായണൻ്റെ കടയിൽ നിന്ന് മതി കേട്ടോ, വെറുതെ അവിടെ ഇവിടെ നിൽക്കുന്നു. ഇല്ല, അത് നല്ലത്, അത് നീക്കെ ചെയ്തോളാം. ഇതൊക്കെയാണ് പാകിസ്ഥാൻ്റെ ജോലി. അല്ലാതെ പാകിസ്ഥാൻ എന്താ മധ്യസ്ഥത വഹിച്ചു? മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 2 കൂട്ടരോടും സംസാരിക്കുന്നു, എന്താ തൻ്റെ ഡിമാൻഡ്, എന്താ ഇന്ന കാര്യങ്ങൾ. നടക്കില്ല കേട്ടോ, നടക്കില്ല. ആദ്യം പറഞ്ഞ കാര്യം വേണ്ടാന്ന് വയ്ക്കും, ബാക്കിയുള്ളത് ഞാൻ അവനോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് ഞാൻ തീർക്കും. ഇവനോടും പറയുന്നു, എടോ ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ പറയുന്നതിനകത്ത് ന്യായമില്ലേ? ചുമ്മാ താൻ ബഹളം, തനിക്ക് കുറേ തടിയുണ്ടെന്ന് കരുത്, ശരിയൊന്നുമല്ല. അല്ല ചേട്ടാ, ഞാനിതിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞാൻ പിന്മാറ്റിക്കാൻ എനിക്കറിയാം, എന്നെ കൊണ്ട് വേണ്ടാത്ത ഇത് ചെയ്യരുത്. അല്പം ഭീഷണിപ്പെടുത്തിയും ഫിസിക്കലി പിടിച്ചു മാറ്റാനുള്ള ആരോഗ്യവും സംഗതിയും ഒക്കെ ആയിട്ട് 2 കക്ഷികളെയും ഒരു സ്ഥലത്ത് എത്തിച്ച്, എന്നാൽ ഇത് പരമരഹസ്യമായിട്ട് ഈ പറഞ്ഞ ഡയലോഗൊന്നും പുറത്തു പോവില്ല. ചർച്ച വളരെ നല്ല സമാധാന അന്തരീക്ഷത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പോകും. ഇതാണ് മധ്യസ്ഥത. ഇതിൽ വല്ലതും പാകിസ്ഥാൻ ചെയ്തോ? ഒന്നും ചെയ്തില്ല. പാകിസ്ഥാൻ ഈ മുറിയിലിരുന്ന് അമേരിക്ക പറയുന്ന കാര്യം അപ്പുറത്ത് പോയി ഇറാനോട് പറയും, ഇപ്പുറത്ത് വന്ന് പറയും. നടന്ന് പണ്ടറണമെങ്കിൽ ഷഹബാസ് ഷെരീഫ് 2ാം നിലയിലോ മറ്റാണ് ഇറാൻ താമസിച്ചത്, 4ാം നിലയിൽ കൊണ്ടുപോയി അമേരിക്കക്കാരനെ താമസിപ്പിച്ചു. ഷഹബാസ് ഷെരീഫിന് അറിയില്ല ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരുമെന്ന്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ സെറീൻ, ആ ഹോട്ടലിലാണ്. ആ ഒരു ഹോട്ടലിൻ്റെ ഒരു മൂലയിൽ നിന്നും മറ്റേ മൂലയിലേക്ക് 1.5 കിലോമീറ്റർ നടക്കണ്ടേ, ലിഫ്റ്റ് കയറുകയും വേണം. ഇതൊക്കെയാണ് പാകിസ്ഥാൻ വഹിച്ച മധ്യസ്ഥത.